നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മൾ പല സ്മൂത്തീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ട്രൈ ചെയ്യുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും സ്മൂത്തി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? അപ്പോൾ സ്മൂത്തി കുടിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഭയങ്കര പേടിയാണ്, അയ്യോ ഇത് സ്മൂത്തി ആണല്ലോ, ചിലപ്പോൾ ഇത് ഷുഗർ കൂട്ടുമോ, അങ്ങനെയുള്ളൊരു ഫീലിങ്സ് ഒക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവും. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസിനും ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് എപ്പോഴും അത് ഹെൽത്തി ആയിരിക്കണം, അതിലുള്ള ഇൻഗ്രീഡിയൻസും ഹെൽത്തി ആയിരിക്കണം. നമ്മൾ ഈ സ്മൂത്തി കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് ബേൺ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും കലോറി കുറഞ്ഞ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില ആൻറ്റി ഓക്സിഡൻസും കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഫാറ്റിനെ ഇത് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കിടക്കുക, അടിവയറ്റിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞെടുക്കുക, ഈ സൈഡ് ഭാഗങ്ങളിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞെടുക്കുക, ഇതൊക്കെ ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സ്മൂത്തീസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ആദ്യം തന്നെ നമുക്കൊരു സ്മൂത്തി നോക്കാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് ആപ്പിളും അതുപോലെ തന്നെ കറുവപ്പട്ടയാണ്. അപ്പം നമ്മളൊരു സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നോർമൽ മിൽക്ക് അല്ലെങ്കിൽ പാക്കറ്റ് പാല് അല്ലെങ്കിൽ നിങ്ങൾ മിൽമേന്നൊക്കെ വാങ്ങുന്ന പാൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം നോർമലി നിങ്ങൾ സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത് ആൽമണ്ട് മിൽക്കാണ് കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ, നിങ്ങളുടെ കോക്കനട്ട് മിൽക്ക് എടുക്കുക. ഇതാണ് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ സിന്നമൺ സ്മൂത്തി, ആപ്പിളും കറുവപ്പട്ടയും കൂടി ആഡ് ചെയ്തിട്ടുള്ള സ്മൂത്തി ആവുന്ന സമയത്ത് നമുക്ക് ഒരു ആപ്പിൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലോട്ട് വേണ്ടത് വളരെ ചെറിയ എമൗണ്ടിൽ കറുവപ്പട്ടയാണ്. കറുവപ്പട്ട കൂടുതലായി കഴിഞ്ഞാലും ചില ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ കറുവപ്പട്ട ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ACV, ഇതും നമുക്ക് 1 ടീസ്പൂണോളം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് മറ്റൊന്നെന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഒരു സ്മൂത്തി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ദിവസം 2-3 സ്മൂത്തി ഒന്നും കഴിക്കരുത്. ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരം മാത്രം. അപ്പോൾ രാവിലെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ രാവിലെ സമയത്ത് ഏതെങ്കിലും ഒരു സ്മൂത്തി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ചും കൂടി ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ന്യൂട്രീഷ്യസ്, ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് വന്നു അല്ലേ, ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആപ്പിൾ ആഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്മൂത്തി കഴിക്കും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ സിന്നമൺ സ്മൂത്തി കഴിക്കുന്ന സമയത്ത് ചിലപ്പം ഒരു മടിയോ അതിനോടൊരു മടുപ്പൊക്കെ തോന്നാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുക. അപ്പം ഗ്രീൻ ടീയും ബനാനയും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്മൂത്തി ഉണ്ടാക്കി നോക്കാം. അതായത് ഇപ്പം ഗ്രീൻ ടീ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക, ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ ഒരു ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഫ്രീസ് ചെയ്യുക, റെഫ്രിജറേറ്ററിൽ ഫ്രീസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ബനാന ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്പിനാച്ച് ഉണ്ട്, ബേബി സ്പിനാച്ച് കിട്ടും, ഒരു ടൈപ്പ് ഓഫ് ഇലയാണ്, അത് മേടിക്കുക. അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സ് ഇല്ലേ, ഗ്രൗണ്ട് ഫ്ലാക്സ് ഒക്കെ, അത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ഗ്രീൻ ടീയും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്കൊരു സ്മൂത്തി ആയിട്ട്, വെയിറ്റ് ലോസ് സ്മൂത്തിയാണിത്. ഇതും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിനെ കുറയ്ക്കുന്നു. ഇത് ഒന്നാമത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ എന്താ ചെയ്യുന്നത്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് മെറ്റബോളിസം കൂട്ടുന്നു. മെറ്റബോളിസം ഇമ്പ്രൂവ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി വന്ന് കിടക്കുന്ന കൊഴുപ്പ് എനർജി ആയിട്ട് ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുന്നു. നമ്മുടെ ബോഡിയിൽ പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത് ഈ ഒരു ഫ്രീ റാഡിക്കൽസ് ആണ്. ഇതിനെ കുറച്ചുകൊണ്ട് അസുഖങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്മൂത്തി പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ മെയിനായിട്ടും വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള സ്മൂത്തി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത്, ഇപ്പം ആൽമണ്ടും അതുപോലെ തന്നെ കോക്കനട്ടും കൂടി മിക്സ് ചെയ്തിട്ട് സ്മൂത്തി ഉണ്ടാക്കും. ആൽമണ്ട് എന്ന് പറയുന്നത് ബദാമാണ്, ബദാമും കോക്കനട്ടും. അപ്പം ബദാം നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യേണ്ട, ഈ ബദാമിൻ്റെ ബട്ടർ, ആൽമണ്ട് ബട്ടർ കിട്ടും നമുക്ക്. ആൽമണ്ട് ബട്ടറും കോക്കനട്ട് മിൽക്കും എടുക്കണം. ഇതിൻ്റെ അകത്തോട്ട് കോക്കനട്ട് ഓയിലും ആഡ് ചെയ്യണം. ഇതെല്ലാം തന്നെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് പംകിൻ സീഡ്സോ ഫ്ലാക്സ് സീഡ്സോ, ചെറിയൊരു എമൗണ്ടിൽ ഫ്ലാക്സ് സീഡ്സോ, ഇപ്പോൾ കോക്കനട്ട് ഓയിലൊന്നും നിങ്ങൾ ഒരുപാട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാൻ പാടില്ല. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് മിക്സ് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഇതെല്ലാം തന്നെ എന്താണ്, ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തികളാണ്. നോർമലി ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പേര് സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അവർ ബനാന ആഡ് ചെയ്യും, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സ് ആഡ് ചെയ്യും, കുറച്ച് ഷുഗർ ആഡ് ചെയ്യും,
ചെയ്യും, നമ്മുടെ സാധാ പാൽ ആഡ് ചെയ്യും. ആ ഒരു രീതിയിലാണ് സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാറ്. അപ്പം അങ്ങനെ സ്മൂത്തി എല്ലാ ദിവസവും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൂടാനുള്ള ചാൻസസ് ആണുള്ളത്. അപ്പം എന്ത് ചെയ്യുക, നോർമലായിട്ടുള്ള സാധാ ഇങ്ങനെയുള്ള വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന സ്മൂത്തീസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം സ്മൂത്തീസ് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യകതയില്ല. പണ്ട് സ്മൂത്തീസ് ഒന്നും നമ്മൾ കൂടുതൽ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നത് കൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ടും സ്മൂത്തീസ് ട്രൈ ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പം ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു കഫേയിലോ പോയിട്ട് സ്മൂത്തി കുടിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ സ്മൂത്തിയിൽ ആഡ് ചെയ്യുന്നത് എന്തായിരിക്കാം, ഷുഗർ ആയിരിക്കാം ആഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചില ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണം, കുറച്ചൊരു സ്വീറ്റ്നെസ് കിട്ടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡേറ്റ്സ്, 1-2 ഡേറ്റ്സ് ആഡ് ചെയ്യുക. അതിൽ കൂടുതൽ ഡേറ്റ്സ് ആവാനും പാടില്ല. അതൊരു പരിധി കൂടിക്കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ ഷുഗർ റിലീസ് ചെയ്യും, അത് കൊഴുപ്പായിട്ട് മാറും, നമുക്ക് തടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ മാപ്പിൾ സിറപ്പൊക്കെ കിട്ടും മാർക്കറ്റ്സിലൊക്കെ. അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് നിങ്ങളുടെ സ്മൂത്തിയിലൊക്കെ നിങ്ങൾക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പം ഒരുപാട് ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അത്ര വിശ്വസനീയമല്ല. കാരണം അതിൽ നിന്നൊന്നും കറക്റ്റായിട്ടുള്ള നമുക്ക് സ്വീറ്റ്, അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്വീറ്റും കൂടിയാണ് വരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു മധുരം കഴിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ലൊരു മധുരം ഉണ്ടായെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരമുള്ള എന്തെങ്കിലും കഴിക്കാനേ തോന്നുള്ളൂ. കാരണം ഓൾറെഡി നിങ്ങൾ കഴിക്കുന്ന ഈ ഒരു സ്വീറ്റനിങ് ഏജൻറ്റിന് നല്ല മധുരമാണുള്ളത്. കലോറി അതിൽ 0 ആണെങ്കിലും പക്ഷെ അതിൻ്റെ അകത്ത് ഈ ഒരു സ്വീറ്റനിങ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളതൊക്കെ കഴിവതും നിങ്ങൾ ഒഴിവാക്കുക. കാരണം അത് ഒരുപാട് വർഷങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്താൽ നമുക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരൂ എന്നുള്ളൊരു കാര്യം അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സ്വീറ്റനിങ് ഏജൻസ് കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ 1-2 ഡേറ്റ്സ് എങ്ങാനും ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത്ര വിശ്വസനീയമായിട്ട് കിട്ടിയ തേനും കാര്യങ്ങളും ആണ്, അതിൻ്റെ അകത്ത് മിക്സിംഗ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ തേനാണെങ്കിലും നമുക്ക് ചെറിയൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതും ഒരു പരിധിയിൽ കൂടാൻ പാടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിലുള്ള ഫുഡായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്മൂത്തി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നതിന് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന മറ്റൊരു സ്മൂത്തിയാണ് ലെമണും അതുപോലെ തന്നെ പെപ്പറും, ചെറുനാരങ്ങയും കുരുമുളക് പൊടിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത്യാവശ്യം സ്ട്രോങ് ആണ് രണ്ടും. പക്ഷേ നമുക്കിത് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റിയോ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഈ സ്മൂത്തി നിങ്ങൾ കഴിവതും ട്രൈ ചെയ്ത് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് ലെമണാണ്. 2 ലെമൺ ജ്യൂസ് നിങ്ങൾ എടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുക്കുംബറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്കുംബർ ആഡ് ചെയ്യുക. ഒരു പിഞ്ച് പെപ്പർ പൗഡർ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കുറച്ചൊരു വെള്ളം കൂടി ആഡ് ചെയ്യുക. ചെറിയൊരു ഒരു സ്വീറ്റനിങ് ടേസ്റ്റിന് വേണ്ടി നമുക്ക് മാപ്പിൾ സിറപ്പ് ആഡ് ചെയ്യാം. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കുറച്ച് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ മാത്രം, ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് എടുക്കാം. രണ്ടും ആൻറ്റി ഓക്സിഡൻസ് ആണ്, നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചെറുനാരങ്ങയാണെങ്കിലും പെപ്പറാണെങ്കിലും. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പം അത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ ടീയും അതുപോലെ തന്നെ മിൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ലെമണും കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്യുക. അപ്പം ഗ്രീൻ ടീ ലീവ്സ് ആണ് ഇതിന് അത്യാവശ്യമായിട്ടുള്ളത്, മിൻറ്റ് ലീവ്സും വേണം. അപ്പം ഒരു കപ്പ് വെള്ളത്തിലോട്ട് ഒരു 5-6 മിൻറ്റ് ലീവ്സ് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഈ ഒരു വെള്ളത്തിനകത്തേക്ക് നിങ്ങൾ ഗ്രീൻ ടീ ഇടുക. ഗ്രീൻ ടീ ലീവ്സ് ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം അതും ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അതിൻ്റെ അകത്ത് അതൊന്ന് കുതിർന്ന് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്ന സമയത്ത് എന്താ, അതിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സായിട്ട് ആ ഒരു വെള്ളത്തിൽ മിൻറ്റും വന്നു, ഗ്രീൻ ടീയും വന്നു. ഇതും നിങ്ങളെ ബോഡി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് ലെമൺ ജ്യൂസും വേണമെങ്കിൽ നമുക്ക് ആ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമുക്ക് എല്ലാ ദിവസവും ട്രൈ ചെയ്യാം. ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഫാറ്റ് ബേണിനെ ഹെൽപ്പ് ചെയ്യുന്നു. മെറ്റബോളിസം കൂട്ടുകയാണ് ചെയ്യുന്നത്. മെറ്റബോളിസം കൂട്ടുമ്പോൾ ബോഡിയിലുള്ള ഫാറ്റൊക്കെ, ഓൾറെഡി ഉള്ള ഫാറ്റൊക്കെ കുറഞ്ഞോളും. മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ സ്മൂത്തീസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുക. വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യാൻ മടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജിമ്മിൽ പോയിട്ടോ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ സൂംബ പോലുള്ള ഡാൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക. നിങ്ങളുടെ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ വിയർത്തിട്ട് ഫാറ്റും കാര്യങ്ങളൊക്കെ ബേൺ ഔട്ട് ആവണം. ആ ഒരു രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു വെയിറ്റിലോട്ട് നമുക്ക് വരാൻ സാധിക്കുന്നതാണ്. മറ്റുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങളിങ്ങനെ വെയിറ്റ് കാരണം ബുദ്ധിമുട്ടുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് അസ്വസ്ഥതകളാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ അവർ വീട്ടിലൊക്കെ ഒരുപാട് ജോലി ചെയ്യേണ്ട ആളുകളാണ് അല്ലേ. അപ്പോൾ വെയിറ്റ് കൂടുന്ന സമയത്ത് മുട്ടുവേദന വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള ഡിസ്കംഫേർട്സ് വരിക, ഇതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കഴിവതും നിങ്ങൾ വെയിറ്റ് കൂടാതെ നോക്കുക. വെയിറ്റ് കുറയ്ക്കേണ്ട റെമഡീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി വീട്ടിൽ അച്ഛനമ്മമാർ വെയിറ്റുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ മക്കളും ഇങ്ങനെ തന്നെ ഈ ഒരു പാരമ്പര്യം പ്രകാരം ഇച്ചിരി വെയിറ്റ് കൂടിക്കൊണ്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ചെറുപ്രായത്തിലെ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് എല്ലാ ദിവസവും ഒരു എക്സസൈസൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു കളി പുറത്ത് വിട്ടിട്ട് അവരെ നന്നായിട്ട് കളിക്കാനൊക്കെ വിടുക. ഫുൾ ടൈം ഈ ഫോണും ടി വിയുടെ മുമ്പിൽ ഇരുന്ന ശീലമൊക്കെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ അവർ വെയിറ്റ് വെക്കുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം മെയിനായിട്ടും വെയിറ്റ് ലോസ് ജേർണിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് കുറയാത്ത ആളുകളോ, നിങ്ങൾക്ക് സ്റ്റിൽ ഇനിയും വെയിറ്റ് കുറയാനുണ്ട്, നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ് എന്ന് തോന്നുന്ന ആളുകളൊക്കെ ആണെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.